തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ ഭരണകൂടം. സബ് കളക്ടർ കെ മീരയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതേസമയം സ്ഫോടനത്തിന്റെ നടുക്കത്തിൽ നിന്ന് പ്രദേശവാസികൾ ഇനിയും മുക്തരായിട്ടില്ല. എന്നത്തെയും പോലെ സാധാരണമായ ഒരു പുലർക്കാലം മാത്രമായിരുന്നു തൃപ്പൂണിത്തുറയ്ക്ക് ഇന്നലെയും. എന്നാൽ ഇന്നത് അങ്ങനെയല്ല. തകർന്ന വീടുകളും പൊടിഞ്ഞ മനസ്സുമുള്ള മനുഷ്യർ ഇവിടെ തെരുവിൽ ദുരന്തമുഖം നോക്കി നിൽക്കുകയാണ്. ക്യാമ്പിലായിരുന്നു. ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വന്നതാ. ഓഡിറ്റോറിയത്തിലായിരുന്നു. എന്താണ് ഞങ്ങളുടെ അവസ്ഥയൊക്കെ കാണാനില്ല. ഇനി ഞങ്ങൾ എന്താവസ്ഥ ഞങ്ങൾ പ്രത്യേകിച്ച് പറയാനോ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കുടിക്കാനുള്ള വെള്ളം പോലും കിണറിലെ വെള്ളം എന്താക്കാൻ ക്ലീൻ ചെയ്യാതെ അതുപോലും കുടിക്കാൻ പറ്റില്ല. ഒന്നും ചെയ്യില്ലാത്ത അവസ്ഥയാണ്. പുതിയകാവ് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചുള്ള മത്സര വെടിക്കെട്ടിനായി തിരുവനന്തപുരത്ത് നിന്ന് കരാറടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന പടക്കശേഖരമാണ് പ്രദേശത്തെ ദുരന്തഭൂമിയാക്കി പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിൽ കരാറുമായി ബന്ധപ്പെട്ട 2 പേർ ഇന്നലെ തന്നെ മരിച്ചു. 4 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ആൾനാശം ഒഴിവായതെന്ന് ദൃക്സാക്ഷി. ഇറക്കാൻ ആൾ വന്നിരുന്നു. അമ്പലത്തിൽ നിന്ന് വെടിക്കെട്ട് വരുന്ന പിള്ളേർ വന്നിരുന്നു ഇറക്കാൻ. പക്ഷെ അവരത് വന്നില്ല. എന്തോ ദൈവാനുഗ്രഹം. വന്നിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. 30-ലധികം വീടുകൾക്കാണ് അപകടത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 10 വീടുകൾ പൂർണ്ണമായി നശിച്ചു. മറ്റ് വീടുകളുടെ വാതിലുകളും ജനാലകളും തകർന്ന് ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. സാധ്യമായ അറ്റകുറ്റപ്പണികളും വൃത്തിയാക്കൽ പ്രവർത്തനങ്ങളുമായി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് പ്രദേശത്ത് സജീവമാണ്. അതേസമയം സ്ഫോടനത്തിൽ അറസ്റ്റ് ചെയ്ത 4 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2 കരയോഗം ഭാരവാഹികളെയും കരാർ തൊഴിലാളികളെയുമാണ് അറസ്റ്റ് ചെയ്തത്. കരയോഗത്തിന്റെ പ്രധാന ഭാരവാഹികൾ ഒളിവിലാണ്. കരാറെടുത്ത തിരുവനന്തപുരം സ്വദേശി ആദർശ് ഗുരുതര പരിക്കുകളുമായി ആശുപത്രിയിൽ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. കൈരളി ന്യൂസ്, കൊച്ചി.